കലാലയ രാഷ്ട്രീയം വിലക്കിക്കൊണ്ടുള്ള വിദ്യാർത്ഥി വിരുദ്ധ കോഡിൽ പ്രതിഷേധിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് SFI മാർച്ച്. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തുക, വിദ്യാർത്ഥി വിരുദ്ധ കോഡ് നടപ്പാക്കാനുള്ള ചാൻസലറുടെ നീക്കം ഉപേക്ഷിക്കുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചാണ് സമരം. യൂനിസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. യൂനിസ്, എന്താണ് ഇവരുടെ ഡിമാൻഡുകൾ? പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SFI ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു മാർച്ച് നടത്തുന്നത്. യൂണിവേഴ്സിറ്റി യൂണിയൻ ഉടൻ നടത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അത് കുറെ കാലങ്ങളായി അത് നടത്താതെ നിൽക്കുകയാണ്. അത് ഉടൻ തന്നെ ആ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുടെ 1ാം സെമസ്റ്റർ പരീക്ഷ ഇപ്പോഴും ആരംഭിച്ചില്ല, അത് ഉടൻ ആരംഭിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കലാലയ രാഷ്ട്രീയം നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റുഡൻസ് കോഡ് ചാൻസലർ ഈ യൂണിവേഴ്സിറ്റികളിൽ പുറപ്പെടുവിച്ചിരുന്നു. അത് മലയാളം സർവകലാശാലയിൽ വലിയ വിവാദമുണ്ടായിരുന്നു. അത് പുറപ്പെടുവിച്ചത് വലിയ വിവാദമുണ്ടായി, വലിയ സമരം നടന്നു, വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടരുകയാണ്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും ആ ഒരു ഉത്തരവ് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ക്യാമ്പസുകളിൽ മുദ്രാവാക്യം വിളിക്കാൻ പറ്റില്ല എന്നുൾപ്പെടെ നിരവധി കോഡുകൾ, സ്റ്റുഡൻസ് കോഡുകൾ ആ ഒരു സ്റ്റുഡൻസ് കോഡിൽ ഉണ്ടായിരുന്നു. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് SFI ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഗവർണർക്കെതിരെ, പ്രത്യേകിച്ച് ഈ ചാൻസലർക്കെതിരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് SFI ഉയർത്തുന്നത്. സംഘി രാഷ്ട്രീയം, RSSന്റെ സംഘി രാഷ്ട്രീയം കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് അവർ പറയുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ അവിടെ വെച്ച് പോലീസ് ഇപ്പോൾ ഇവരെ തടഞ്ഞിട്ടുണ്ട്. 100 കണക്കിന് പ്രവർത്തകരുണ്ട്. വലിയൊരു ആവേശത്തോടുകൂടിയാണ് ഇവർ ഇപ്പോൾ ഈ പ്രതിഷേധവുമായി എത്തിയത്. ഏതായാലും VC കാണും, നമ്മളുടെ ഡിമാൻഡുകൾ ഉന്നയിക്കും. ആ VC അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് SFI നേതാക്കൾ അറിയിക്കുന്നത്. ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കും. കേരളത്തിന്റെ കലാലയം അത് രാഷ്ട്രീയമായിരിക്കും. തീർച്ചയായും വിദ്യാർത്ഥി വിരുദ്ധ ബില്ല്, ആ ഒരു വിരുദ്ധമായ ഈ ഒരു കോഡ് പിൻവലിക്കണമെന്ന് ഈ VCയോട് ആവശ്യപ്പെടും. അല്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നേതാക്കൾ അറിയിക്കുന്നത്. ഏതായാലും ഇവർ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ മൂടിയിട്ട് പോലീസ് ഇവരെ തടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് ഈ ഒരു സമരം പോയിട്ടില്ല. പക്ഷേ VCയുമായി സംസാരിക്കാൻ തയ്യാറില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. ഈ കാര്യങ്ങൾ VC അറിയിക്കും. അനുകൂലമായ തീരുമാനമില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം തീർക്കും തന്നെയാണ് യൂനിസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.